അങ്ങനെ കേരളം കാത്തിരുന്ന പ്രഖ്യാപനം വന്നിരിക്കുകയാണ്. കേരളത്തിലെ അടുത്ത സർക്കാരിനെ തിരഞ്ഞെടുക്കാനുള്ള വോട്ടെടുപ്പിന്റെ ദിനം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ദില്ലിയിൽ വിളിച്ച വാർത്താ സമ്മേളനത്തിലാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ കേരളം ഉൾപ്പെടെ 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് തീയതിയും വോട്ടെണ്ണൽ തീയതിയും പ്രഖ്യാപിച്ചിരിക്കുന്നത്. കേരളത്തിൽ ആകെ 2.7 കോടി വോട്ടർമാരാണ് സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷന് ശേഷമുള്ള വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഇതിൽ 4.24 കോടി പുതിയ വോട്ടർമാരാണ്. അതായത് 2.7 കോടി വോട്ടർമാരാണ് കേരളത്തിന്റെ വിധി നിർണ്ണയിക്കാനായിട്ട് പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത്. ഇതിനായിട്ട് 30,471 പോളിംഗ് ബൂത്തുകളാണ് സംസ്ഥാനത്ത് എമ്പാടുമായിട്ട് ക്രമീകരിച്ചിരിക്കുന്നത് എന്നും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജ്ഞാനേഷ് കുമാർ അറിയിക്കുന്നുണ്ട്. എന്തായാലും കേരളം സംബന്ധിച്ച് വളരെ സുപ്രധാനമായ അതിനിർണായകമായ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിനാണ് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. കഴിഞ്ഞ 10 വർഷക്കാലമായിട്ടുള്ള പിണറായി വിജയൻ സർക്കാരിനെ തൂത്തെറിഞ്ഞുകൊണ്ട് അധികാരത്തിലേക്ക് കയറാൻ യു ഡി എഫ് ശക്തമായിട്ടുള്ള പ്രചരണങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു തെരഞ്ഞെടുപ്പാണിത്. 100-ലധികം സീറ്റുകളുമായിട്ട് അധികാരത്തിലെത്തുമെന്ന് UDF ആവർത്തിച്ചു പറയുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ നേതൃത്വത്തിൽ ശക്തമായ പോരാട്ടങ്ങളുമായിട്ടാണ് UDF മുന്നോട്ട് പോകുന്നത്. എന്തായാലും UDF ഈ തെരഞ്ഞെടുപ്പിനെ ഇതിനോടകം തന്നെ സജ്ജമായി കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് രാവിലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത് UDF സെറ്റാണ്, തെരഞ്ഞെടുപ്പിന് തങ്ങൾ സജ്ജമാണ്, തങ്ങൾ തെരഞ്ഞെടുപ്പിനൊക്കെ ഇറങ്ങാൻ പോവുകയാണ് എന്നാണ് പറയുന്നത്. അത്തരത്തിൽ ടീം UDF എന്നുള്ള നിലയിൽ സജ്ജമായിട്ടാണ് UDF മുന്നോട്ട് പോകുന്നത്. എന്തായാലും സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പിന്റെ തീയതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഏപ്രിൽ 9-ാം തീയതിയാണ് കേരളത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. അതായത് കേരളത്തിലെ ജനങ്ങൾ തങ്ങളുടെ വിധി എഴുതാൻ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത് ഏപ്രിൽ മാസം 9-ാം തീയതിയാണ്. മെയ് മാസം 4-ാം തീയതി വോട്ടെണ്ണി ഫലപ്രഖ്യാപനം നടക്കും. അതായത് വോട്ടെടുപ്പ് കഴിഞ്ഞാൽ ഏതാണ്ട് 1 മാസത്തോളം കാത്തിരുന്നാൽ മാത്രമേ ഫലപ്രഖ്യാപനം വരികയുള്ളൂ എന്നതാണ് നിലവിലെ ഒരു സാഹചര്യം. കഴിഞ്ഞ തവണയും 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു ചരിത്രം പരിശോധിച്ചാൽ അന്നും അത്തരത്തിൽ തന്നെ ആയിരുന്നു. ഏതാണ്ട് 1 മാസത്തോളം കാത്തിരുന്ന ശേഷമാണ് സംസ്ഥാനത്ത് അന്ന് വോട്ടെണ്ണൽ നടന്നത്. ഏപ്രിൽ 6-ാം തീയതി വോട്ടെടുപ്പ് നടന്നു. അതിനുശേഷം മെയ് 2-ാം തീയതിയാണ് 2021 വോട്ടെണ്ണൽ നടന്നത്. സമാനമായ രീതിയിൽ തന്നെ ഏപ്രിൽ 9-ന് ഇത്തവണ കേരളം പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നു. മെയ് 4-ാം തീയതി വരെ വോട്ടെണ്ണലിന് വേണ്ടിയിട്ട് ഫലപ്രഖ്യാപനത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും കേരളത്തെ സംബന്ധിച്ച് കേരളത്തിലെ തെരഞ്ഞെടുപ്പിന്റെ ചിത്രങ്ങൾ തെളിഞ്ഞിരിക്കുകയാണ്. ഏപ്രിൽ 9-ാം തീയതി ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. എന്തായാലും അതിന് മുന്നോടിയായിട്ടുള്ള സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെയുള്ള ചർച്ചകളിലേക്ക് മുന്നണികളെല്ലാം കടന്നിരിക്കുന്നു. ഈ മാസം അതായത് മാർച്ച് മാസം 23-ാം തീയതിയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. അധികം സമയമില്ല. മാർച്ച് 23-ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതിയാണ്. മാർച്ച് 24-ന് നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നടക്കും. മാർച്ച് 26-ആണ് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന സമയം. അതായത് ഇന്നിപ്പോൾ മാർച്ച് 15 ആയിരിക്കുകയാണ്. ഇന്ന് മുതൽ ഇനിയിപ്പോൾ നാളെ മുതൽ എണ്ണുകയാണെങ്കിൽ ഏതാണ്ട് 8 ദിവസം മാത്രമാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന് ഉള്ളത്. ഏതാണ്ട് ചുരുങ്ങിയ സമയം മാത്രമേ പാർട്ടികൾക്കും മുന്നണികൾക്കും നാമനിർദ്ദേശ പത്രികകൾക്ക് സമർപ്പിക്കാൻ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉൾപ്പെടെ നടത്തി മുന്നോട്ട് പോകാനാണ് മുന്നണികളും പാർട്ടികളും എല്ലാം തന്നെ ലക്ഷ്യമിടുന്നത്. ഒപ്പം തന്നെ മാർച്ച് 23 കഴിഞ്ഞാൽ 24-ന് സൂക്ഷ്മ പരിശോധന നടക്കുകയാണ്. 26-ന് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന സമയമാണ്. അത് കഴിഞ്ഞാൽ ഏപ്രിൽ 9-ന് ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്നു മുതലുള്ള ഒരു കണക്കെടുപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് 24 ദിവസം മാത്രമാണ് പ്രചരണത്തിനായിട്ട് പാർട്ടികൾക്ക്, മുന്നണികൾക്ക്, സ്ഥാനാർത്ഥികൾക്ക് ഒക്കെ തന്നെ ലഭിക്കുക. അതിൽ തന്നെ പരസ്യ പ്രചരണത്തിന് ലഭിക്കുക 23 ദിവസമാണ്. 24 ദിവസത്തെ പ്രചരണം കഴിഞ്ഞാൽ 25-ാം ദിവസം പോളിംഗ് ബൂത്തിലേക്ക് കേരളം വിധി എഴുതാനായിട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുക. എന്തായാലും വളരെ സുപ്രധാനമായ ഒരു തെരഞ്ഞെടുപ്പിലേക്കാണ് കേരളം നീങ്ങാനൊരുങ്ങുന്നത്. കഴിഞ്ഞ 10 വർഷക്കാലത്തെ LDF ഭരണത്തിനെതിരായിട്ടുള്ള വലിയൊരു ജനവികാരം സംസ്ഥാനത്ത് ഇതിനോടകം തന്നെ ഉടലെടുത്തിട്ടുണ്ട്. അത് മുതലാക്കിക്കൊണ്ട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലേക്ക് കയറുക എന്നതാണ് UDF ലക്ഷ്യം വെക്കുന്നത്. കഴിഞ്ഞ 10 വർഷത്തെ LDFന്റെ അഴിമതി നിറഞ്ഞ അല്ലെങ്കിൽ ജനവിരുദ്ധമായിട്ടുള്ള ഭരണം, ആ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെയാണ് UDF തങ്ങളുടെ പ്രചരണവുമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഇതിനകം തന്നെ UDF തങ്ങളുടെ കേരളത്തിന്റെ പുതിയുഗ യാത്ര, പ്രതിപക്ഷ നേതാവ് നയിച്ച പുതിയുഗ യാത്ര വലിയ വിജയകരമായിട്ട് തന്നെയാണ് സമാപിപ്പിച്ചത്. ഫെബ്രുവരി 6-ന് കാസർഗോഡ് കുമ്പളയിൽ നിന്നും ആരംഭിച്ച യാത്ര മാർച്ച് 7-ന് തിരുവനന്തപുരത്തെ പുത്തരിക്കണ്ടം മൈതാനിയിലാണ് സമാപിച്ചത്. വലിയ ആവേശമാണ്, ജനക്കൂട്ടമാണ് പുതിയുഗ യാത്രയിൽ ഉടനീളം നമ്മൾ കണ്ടത്. അത് കേരളത്തിലെ ജനങ്ങൾക്ക്
നിലവിലെ സർക്കാരിനോടുള്ള ഒരു വികാരം തന്നെയാണ്, അത് എതിർവികാരം തന്നെയാണ് നമുക്ക് ആ ഒരു ജാഥയിൽ ഉടനീളം കാണാൻ കഴിഞ്ഞത്. എങ്ങനെയെങ്കിലും ഈ പിണറായി വിജയൻ സർക്കാരിനെ അധികാരത്തിൽ നിന്ന് വലിച്ച് താഴെയിടുക എന്ന ഒരൊറ്റ ലക്ഷ്യത്തോടു കൂടി കേരളത്തിലെ ജനങ്ങൾ ഒന്നാകെ ഒറ്റ മനസ്സോടുകൂടി മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആ ആത്മവിശ്വാസം തന്നെയാണ് UDF-നെ മുന്നോട്ട് നയിക്കുന്നത്. ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ നമ്മൾ ആ ഒരു രീതിയിലുള്ള ഫലം കണ്ടതാണ്. എന്തായാലും UDF-നെ സംബന്ധിച്ച് തികഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടിയാണ് നേതാക്കളും മുന്നണിയും ഒക്കെ തന്നെ മുന്നോട്ട് പോകുന്നത്. ഇനി 24 ദിവസം മാത്രമാണ് മുന്നണികൾക്കും പാർട്ടികൾക്കും ഒക്കെ തന്നെ മുന്നിലുള്ളത്. 25-ാം ദിവസം ജനങ്ങൾ വിധി എഴുതാനായിട്ട് പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. അത് കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു മാസത്തോളം കാത്തിരുന്ന് മെയ് 4-ന് കേരളം ഉൾപ്പെടെ 5 സംസ്ഥാനങ്ങളിലെയും വോട്ടെണ്ണൽ നടക്കും. ഫലപ്രഖ്യാപനം പുറത്തുവരും.